നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവും പക്വതയൊക്കെ വരും കേട്ടോ. പക്ഷെ ആ പക്വത എടുക്കുന്ന തീരുമാനത്തെ നെഗറ്റീവായി കാണാനും പല വീട്ടുകാരും ശ്രമിക്കാറുണ്ട്. അത് ചെയ്താൽ ശരിയാവില്ല. അവരെങ്ങനെ അറിയോ, നമ്മൾ ഈ തള്ളക്കോഴി ചിറകിൻ്റെ അടിയിൽ വെച്ച പോലെ മക്കളെ പുറത്തോട്ട് വിടാൻ താല്പര്യമില്ല, എപ്പോഴും നമുക്കൊരു താങ്ങും തണലായി നിൽക്കണമെന്ന്, അവർക്കും ഒരു താങ്ങും തണലായി നിൽക്കണം എന്നൊരു കൺസെപ്റ്റിലൂടെ ആയിരിക്കും അവരങ്ങനെ പറയണത്. അവർക്ക് അവരുടെ ശരിയായിരിക്കും. പക്ഷെ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തീരുമാനത്തോട് യോജിച്ച് കുറച്ച് വിഷമിച്ചാലും അത് അന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കും നമ്മുടെ ലൈഫ് ഫുള്ള് നമുക്ക് ഹാപ്പിനെസ് നൽകണത്. അല്ലാതെ പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുറ്റബോധം തോന്നും കേട്ടോ. കാരണം ലൈഫിൽ നമ്മൾ വലുതാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കലും അതിനനുസരിച്ച് മുന്നോട്ട് പോയാലേ നമ്മൾ ലൈഫിൽ എങ്ങോട്ടെങ്കിലും എത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. അങ്ങനെ നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ലൈഫ് തിരഞ്ഞെടുത്തേ പറ്റൂ. അപ്പോൾ കേക്കൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.